സദ്യക്കൊക്കെ വെക്കുന്ന ക്യാബേജ് തോരൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാൽ ക്യാബേജും ക്യാരറ്റും ചെറുതായി കൊത്തിപ്പൊടിച്ചിട്ട് പച്ചമുളകും അരിഞ്ഞ് അതിലേക്ക് ഉപ്പിട്ട് പുരട്ടി വെച്ചേക്കാണ്. പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനായി ആദ്യം പാൻ ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് കടുക് ഇടുക. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും വറ്റൽ മുളകും ഉഴുന്നുമാണ് ഇടുന്നത്. അപ്പോൾ ഇതൊന്ന് നന്നായി മൂത്ത് വന്നതിന് ശേഷമാണ് കറിവേപ്പില ചേർക്കുക. കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് ബ്രൗൺ കളർ ആകണം. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ക്യാബേജിൽ നേരത്തെ തന്നെ ഉപ്പ് ചേർത്ത് പുരട്ടി വെച്ചിരിക്കുന്നതിനാൽ പിന്നീട് ഉപ്പ് നോക്കിയിട്ട് വേണം നിങ്ങൾ ചേർക്കാൻ, ഇല്ലെങ്കിൽ ഉപ്പ് കൂടി പോകാൻ സാധ്യതയുണ്ട്. ഇനി ഇത് 10 മിനിറ്റ് അടച്ചു വെച്ച് വേണം വേവിക്കാൻ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായി തേങ്ങ, നല്ല ജീരകം, പച്ചമുളക്, ചുവന്നുള്ളി, മുളകുപൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് ചതച്ചെടുക്കണം. 10 മിനിറ്റിന് ശേഷം മൂടി തുറന്നിട്ട് നമുക്ക് ആ അരപ്പ് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. അരപ്പ് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടെ മൂടി വെച്ച് ചെറുതീയിലൊന്ന് വേവിച്ചെടുക്കണം. കാരണം അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമായ ഉപ്പ് ചേർക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് വാങ്ങി വെക്കാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കണം. കൂടെ എൻ്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.